നമ്മുടെ സംസ്ഥാനത്തെ ഇലക്ഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇലക്ഷൻ്റെ വോട്ടെണ്ണലും മറ്റും നടക്കുകയാണ്. അപ്പോൾ അതിൽ ആരും ജയിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള പെൻഷനും മറ്റും കൃത്യമായിട്ട് നമുക്ക് ലഭിക്കണം. അതോടൊപ്പം തന്നെ ഏത് സർക്കാർ ഭരിച്ചാലും നമ്മുടെ പെൻഷൻ കൂടി വരണം. അപ്പോൾ നമ്മുടെ വാർദ്ധക്യ സഹജമായിട്ടുള്ള പെൻഷനും മറ്റുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അതെല്ലാം നമുക്ക് ഈ തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുമസിന് മുമ്പായിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂ ഇയറും മറ്റു ആഘോഷങ്ങൾ വരുന്നത് പ്രമാണിച്ച് അതിന് മുന്നായിട്ട് നമ്മുടെ എമൗണ്ട്, അതായത് നമ്മുടെ പെൻഷൻ വിഹിതം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുവാനാണ് സർക്കാർ നീക്കം നടത്തിയിട്ടുള്ളത്. ഇതിനുവേണ്ടി 1000 കോടി രൂപയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 63 ലക്ഷം ഉപഭോക്താക്കൾ വരുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലെ തന്നെ മറ്റുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, കർഷക പെൻഷൻ ഇവയെല്ലാം സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഇത് വിതരണം ചെയ്ത ഉടൻ തന്നെ അന്നത്തെ ദിവസം നമുക്ക് കിട്ടി തുടങ്ങത്തേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ എല്ലാം പെൻഷൻ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മസ്റ്ററിങ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ വരുമാന സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്ത ആൾക്കാർക്കും പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ സ്റ്റാറ്റസ്, ഇപ്പം നിലവിലെ സ്റ്റാറ്റസ് പരിശോധിച്ച് അത് സ്റ്റാറ്റസ് ആക്റ്റീവാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ പെൻഷൻ വാങ്ങുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ചെയ്യുവാനായി നിങ്ങൾക്ക് സ്വയം സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററോ അതോടൊപ്പം തന്നെ നമ്മുടെ അക്ഷയ സെൻറ്ററിലോ പോയിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് കൊടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനിയും പെൻഡിങ് എന്തെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതിൽ ഞങ്ങളുടെ പെൻഷൻ വിഹിതം കഴിഞ്ഞ പ്രാവശ്യം കൂടിയത് വന്നില്ല, കുറഞ്ഞത് വന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും സ്മാർട്ട് ഫോണും മറ്റു കാര്യങ്ങളും കാണത്തില്ല. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് സേവനായുടെ പെൻഷനിൽ നിങ്ങൾക്ക് കയറിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്റ്റാറ്റസ് സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അറിയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സേവന കേന്ദ്രങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആധാർ, പാൻ കാർഡൊക്കെ വെച്ചിട്ട് എല്ലാം നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പെൻഡിങ് ഉള്ളതെന്നും എന്തുകൊണ്ടാണ് ഇത് വരാത്തത് എന്നുള്ളതും അറിയാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരാത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിൻ്റ് മാത്രം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതാണ്. നവംബർ മാസം മുതലാണ് നമുക്കിത് കിട്ടിത്തുടങ്ങിയത്. അപ്പം ഈ ഡിസംബറിലും ഈ പറഞ്ഞ പോലെ 2000 ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.